നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസസിൽ നമ്മുടെ മോണിറ്റർ, വീഡിയോ, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഔട്ട്പുട്ട് ഡിവൈസസ് പ്രധാനപ്പെട്ടും പ്രിൻറ്റേഴ്സും പ്ലോട്ടേഴ്സും ആണ്. രണ്ടും ഹാർഡ് കോപ്പി ആയിട്ട് നമ്മളെ പേപ്പറിൻ്റെ അകത്ത് ഇമേജസ്, ടെക്സ്റ്റ് ഇതൊക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഔട്ട്പുട്ട് ഡിവൈസാണ്. പ്രിൻ്റർ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ ഔട്ട്പുട്ട് ഡിവൈസാണ്. പ്രിൻ്റർ ഈസ് ആൻ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഔട്ട്പുട്ട് ഡിവൈസ്. അതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രിൻ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് പിന്നെ ഗ്രാഫിക്സ് ഔട്ട്പുട്ട് ഉണ്ടാവും ഫ്രം ദ കമ്പ്യൂട്ടർ. എന്നിട്ട് അതിൻ്റെ ഹാർഡ് കോപ്പി ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രിൻ്റർ. ബേസിക്കലി നമ്മളെ പ്രിൻ്റർ പ്രോസസ്സ് ചെയ്യുന്നത് സോഫ്റ്റ് കോപ്പിയാണ്, പക്ഷേങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹാർഡ് കോപ്പിയാണ്. പിന്നെ പ്രിൻ്റർ പലതരത്തിലുണ്ട്. വൈഡ് വെറൈറ്റി ഓഫ് പ്രിൻ്റേഴ്സ് ഉണ്ട്. ഈ വൈഡ് വെറൈറ്റി വരാൻ കാരണം ഓരോ പ്രിൻ്ററിനും ഡിഫറെൻറ്റ് സ്പീഡാണ്, ഡിഫറെൻറ്റ് കോസ്റ്റാണ്, ഡിഫറെൻറ്റ് സൈസാണ്, പിന്നെ ക്വാളിറ്റിയും ഡിഫറെൻ്റ് ആണ്. പിന്നെ പ്രിൻ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡാറ്റ ഇൻ ഹാർഡ് കോപ്പി ഫോർമാറ്റിലാണ്, അറ്റ് ഫാസ്റ്റർ സ്പീഡിലാണ്. പിന്നെ പ്രിൻ്റർ പ്രിൻ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ ലൈൻ അറ്റ് എ ടൈമാണ്. ഒരു സമയത്ത് ഒരു ലൈനാണ് പ്രിൻ്റ് ചെയ്യുന്നത്. പ്രിൻ്റർ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഗ്രാഫിക്സ്, ടെക്സ്റ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ? പേപ്പറിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിൻ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്ലോട്ടേഴ്സ്? പ്ലോട്ടർ എന്ന് പറയുന്നത് പ്രിൻ്ററിൻ്റെ ഒരു കാറ്റഗറിയാണ്, കാറ്റഗറി ഓഫ് പ്രിൻ്ററാണ്. ഈ പ്ലോട്ടർ ടേക്സ് കമാൻഡ്സ് ഫ്രം ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ നിന്ന് കമാൻഡ്സ് എടുക്കുന്നു, എന്നിട്ട് ആ കമാൻഡിൻ്റെ പ്രകാരം പേപ്പറിൻ്റെ മുകളിൽ ഡ്രോ ചെയ്യുന്നു. ആ ഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേരിയസ് പെൻസ് യൂസ് ചെയ്തിട്ടാണ് ഡ്രോ ചെയ്യുന്നത്. ഈ പ്ലോട്ടേഴ്സ് ഉപയോഗിക്കുന്നത് ഹാർഡ് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യാനാണ്. എങ്ങനത്തെ ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ ലാർജ് ഗ്രാഫ്സ്, പിന്നെ കൺസ്ട്രക്ഷൻ മാപ്പ്, എൻജിനീയറിംഗ് ഡ്രോയിങ്സ്, ആർക്കിടെക്ചറൽ പ്ലാൻസ്, ബിസിനസ് ചാർട്ട്സ്, അങ്ങനെയുള്ള പേപ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലോട്ടേഴ്സ് അധികം ഉപയോഗിക്കാറ്. ഇതൊരു പെറിഫറൽ കോമ്പോണൻ്റ് ആണ്, അല്ലെങ്കിൽ ഇതൊരു സ്റ്റാൻഡ് അലോൺ ഡിവൈസസ്. പെറിഫറൽ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനാണ് നമ്മൾ പെറിഫറൽ എന്ന് പറയുന്നത്. ഒരു ഔട്ട്പുട്ട് ഡിവൈസസ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഡിവൈസസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് ഡാറ്റേനെ ഹാർഡ് കോപ്പി ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് സ്ലോവറാണ്. നമ്മൾ പ്രിൻ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്ലോട്ടർ എന്ന് പറയുന്നത് സ്ലോവറാണ്. ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ഫീൽഡിൽ മാത്രമാണ് നമ്മൾ പ്ലോട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഡ്രോയിങ്ങിൻ്റെ ഫീൽഡിൽ, ആർക്കിടെക്ചർ ആൻഡ് എൻജിനീയറിംഗ് ഫീൽഡിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്, പ്ലോട്ടേഴ്സ്. ഇനി എന്താണ് പ്രിൻ്റർ, എന്താണ് പ്ലോട്ടേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രിൻ്റേഴ്സ് കോമൺ ആയിട്ടുള്ള കമ്പ്യൂട്ടർ പെറിഫറൽ ഡിവൈസസ് ആണ്. പ്രിൻ്റേഴ്സ് 2 കാറ്റഗറീസ് ഉണ്ട്, മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു. 2D പ്രിൻ്ററും ഉണ്ട്, 3D പ്രിൻ്റേഴ്സും ഉണ്ട്. 2D പ്രിൻ്റേഴ്സ് നമുക്ക് ടെക്സ്റ്റ്, ഗ്രാഫിക്സ് അതൊക്കെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. 3D പ്രിൻ്റേഴ്സ് ക്രിയേറ്റ് 3 ഫിസിക്കൽ ഓബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒബ്സൊല്യൂട്ട് പ്രിൻ്റേഴ്സ് ആണ്. ഈ ഒബ്സൊല്യൂട്ട് പ്രിൻ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ടിട്ടുള്ള പ്രിൻ്റേഴ്സാണ്, പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രിൻ്റേഴ്സാണ്. അപ്പോൾ ഈ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സാണ് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പ്രിൻ്റേഴ്സ്. പിന്നെ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് ഉണ്ട്, അതിപ്പോൾ മോഡേൺ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രിൻ്റേഴ്സാണ്. ഈ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം കാലഹരണപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഈ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സിൻ്റെ അകത്ത് ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇങ്കും
പ്രിൻ്ററിൻ്റെ ഇങ്കും പിന്നെ പ്രിൻ്ററിൻ്റെ റിബണും പേപ്പറൊക്കെ തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇതിന് ഭയങ്കര സൗണ്ടായിരിക്കും, ഭയങ്കര നോയ്സി ഉണ്ടാവും. പിന്നെ കാരണം ഈ സൗണ്ട് ഉണ്ടാവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സിന് മെക്കാനിക്കലായിട്ടുള്ള മൂവിങ് പാർട്സ് ഉണ്ടാവാം. ഓക്കെ, പിന്നെ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റേഴ്സ്, ഡെയ്സി വീൽ പ്രിൻ്റേഴ്സ്, പിന്നെ ലൈൻ പ്രിൻ്റേഴ്സ്. ഓക്കെ, പിന്നെ ഉള്ളത് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് ആണ്. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. ഇങ്ക് റിബണും പേപ്പറൊക്കെ തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട്സ് ഉണ്ടാവില്ല നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സിന്. ഇതിന് എക്സാമ്പിളാണ് ലേസർ, സെറോഗ്രാഫ്, നമ്മൾ സെറോക്സ് എടുക്കുമല്ലോ, സെറോഗ്രാഫിക്ക്, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്, കെമിക്കൽ ഓർ ഇങ്ക് ജെറ്റ് ടെക്നോളജി. അപ്പോൾ അങ്ങനെയുള്ള പ്രിൻ്റേഴ്സൊക്കെ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സിന് എക്സാമ്പിളാണ്. ഇതിന് ലെസ് നോയ്സി ആയിരിക്കും. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സിന് സൗണ്ട് കുറവായിരിക്കും, കാരണം ഇതിന് മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ല. പിന്നെ ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇങ്ക് ജെറ്റ് പ്രിൻ്റേഴ്സും ലേസർ പ്രിൻ്റേഴ്സും ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സിന് എക്സാമ്പിൾ ആണല്ലോ ഡോട്ട് മെട്രിക്സ്. അപ്പോൾ ഡോട്ട് മെട്രിക്സ് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് ആണ്. അപ്പോൾ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സിൽ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ദ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ യൂസസ് പ്രിൻ്റ് ഹെഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രിൻ്റ് ഹെഡ്സ് എന്ന് പറയുന്നത് പിൻസ് ആണ്. 9 to 24 പിൻസ് വരെ യൂസ് ചെയ്യാറുണ്ട്. ദീസ് പിൻസ് പ്രൊഡ്യൂസ് പാറ്റേൺസ് ഓഫ് ഡോട്ട്സ്. ഈ പിന്ന് നമ്മളെ പേപ്പറിൽ ഡോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഡോട്ട്സ് ഉപയോഗിച്ചിട്ടാണ്. 24 പിന്നുള്ള ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ ആണെങ്കിൽ അതിന് ഒരു ക്യാരക്ടർ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോർ ഡോട്ട്സ് ഉപയോഗിക്കും. 9 പിൻ ഡോട്ട് മെട്രിക്സ് ആണെങ്കിൽ ഒരു ക്യാരക്ടർ റെപ്രസെൻ്റ് ചെയ്യാൻ അത്രയും പിൻസേ ആവശ്യമായിട്ട് വരും, കാരണം 9 പിന്നിൻ്റെ അകത്ത്. അതെന്തോ റിസൾട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ 24 പിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ടെക്സ്റ്റോ പിക്ചറൊക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജനറൽ റൂൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ മോർ പിൻസ്, ഒരുപാട് പിൻസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ലെറ്റേഴ്സ്, പേപ്പറിൻ്റെ അകത്തുള്ള ലെറ്റേഴ്സ് വളരെ ക്ലിയർ ആവും. പിന്നെ ഓരോ പിന്നും നമ്മൾ റിബണിനെ ഇൻഡിവിജ്വലി ആയിട്ടാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. ആസ് ദ പ്രിൻ്റ് മെക്കാനിസം മൂവ്സ് അക്രോസ് ദി എൻറ്റയർ പ്രിൻ്റ് ലൈൻ ഇൻ ബോത്ത് ഡയറക്ഷൻ. ബോത്ത് ഡയറക്ഷൻ അതായത് ബൈ ഡയറക്ഷനിലാണ് പ്രിൻറ്റിങ് ഹെഡ് മൂവ് ചെയ്യുന്നത്. ബൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും ആണ്. പിന്നെ യൂസറിന് കളർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ ഉപയോഗിച്ചിട്ട് കളർ പ്രിൻ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഡോട്ട് മെട്രിക് പ്രിൻ്റേഴ്സ് ഇൻഎക്സ്പെൻസീവ് ആണ്. പിന്നെ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 100 to 600 ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡിലേ ഉള്ളൂ. പെർ സെക്കൻഡിൽ 100 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 600 ക്യാരക്ടേഴ്സ് പ്രിൻ്റ് ചെയ്തിട്ടെടുക്കാം. ഇതാണ് ഒരു ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററിൻ്റെ ഫിഗർ. ഈ ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെസ് എക്സ്പെൻസീവ് ആണ്. പിന്നെ നമ്മുടെ ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു പ്രിൻറ്റ് കാർബൺ കോപ്പീസ് ഓഫ് എ പെർട്ടിക്കുലർ പ്രിൻ്റ് ഔട്ട്. കാർബൺ കോപ്പീസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. പ്രിൻറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ലോവസ്റ്റ് ആണ്. മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ആണ് അതർ പ്രിൻ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്ലോ ആണ് സ്പീഡ്. ഹൈ നോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് ആണല്ലോ. പിന്നെ ടൈം കൺസ്യൂമിങ് പ്രിൻ്ററാണ്. നെക്സ്റ്റ് ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സിൽ വരുന്നതാണ് ഡെയ്സി വീൽ പ്രിൻ്റേഴ്സ്. ഡെയ്സി വീൽ പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു വീലുണ്ടാവും. ആ വീല് നമ്മുടെ ഒരു ഫ്ലവർ പോലെ നമുക്ക് തോന്നിക്കും, ഡെയ്സി ഫ്ലവേഴ്സിനെ പോലെ തോന്നിക്കും. ആ വീലിൻ്റെ അകത്ത് ഒരുപാട് പിൻ ഹെഡ്സ് ഉണ്ടാവും. ഓരോ പിൻ ഹെഡ്സിലും ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഡെയ്സി വീൽ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി തരുന്നുണ്ട് ഡോട്ട് മെട്രിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതിന് ആ പേര് വരാൻ കാരണം
ഇതൊരു ലുക്സ് ലൈക്സ് എ ഡെയ്സി ഫ്ലവറിനെ പോലെയാണ്. അതിൻ്റെ പെറ്റലിൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഫുള്ളി ഫോം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഹാമർ ആ പെറ്റലിൻ്റെ മുകളിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, എ ഹാമർ സ്ട്രൈക്സ് എ പെറ്റൽ കണ്ടെയ്നിങ് എ ക്യാരക്ടറുള്ള പെഡൽസിൻ്റെ മുകളിൽ ഹാമർ വന്ന് പതിക്കുമ്പോൾ ആ റിബൺ വന്ന് പതിക്കുകയും ആ റിബണിലൂടെ പതിക്കുന്നത് കൊണ്ട് ക്യാരക്ടേഴ്സ് പേപ്പറിൽ പ്രിൻ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ സ്പീഡ് സ്ലോ ആണ്. 25 to 55 ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡിൽ മാത്രമേ ഇത് പ്രിൻ്റ് ചെയ്യാൻ പറ്റൂ. ഈ ഡെയ്സി വീൽ പ്രിൻറ്റേഴ്സൊക്കെ ഒബ്സല്യൂട്ടാണ്, കാലഹരണപ്പെട്ടിട്ടുള്ള പ്രിൻറ്റേഴ്സാണ്. നമ്മുടെ ഡെയ്സി വീൽ പ്രിൻ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ടൈപ്പ് റൈറ്റേഴ്സിനെ പോലെയാണ്. ഇതിനൊരു സർക്കുലർ ആയിട്ടുള്ള ഒരു പ്രിൻറ്റിംഗ് എലിമെൻ്റ് ഉണ്ട്. ആ പ്രിൻറ്റിംഗ് എലമെൻറ്റിൻ്റെ അകത്ത് എല്ലാ ടെക്സ്റ്റും ന്യൂമറിക് ക്യാരക്ടേഴ്സും സിമ്പിൾസും ഒക്കെ മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ സർക്കുലർ പ്രിൻറ്റിംഗ് എലമെൻറ്റിൻ്റെ സർക്കംഫറൻസസിൽ. അപ്പോൾ പ്രിൻറ്റിംഗ് എലമെൻറ്റ് റൊട്ടേറ്റ് ചെയ്യും. ഒരു സെർവോ മോട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ പ്രിൻറ്റിംഗ് പെഡൽസിൻ്റെ മുകളിൽ ഹാമർ വന്ന് പതിക്കും. സോ ആ ഹാമറിൻ്റെ പിറകിൽ വെച്ചിരിക്കുന്ന റിബണിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യും. റിബണിൻ്റെ പിറകിലുള്ള പേപ്പറിൽ എന്ത് ചെയ്യും, അതിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്ത് വരും. ഇതാണ് ഡെയ്സി വീൽ, ലുക്സ് ലൈക്സ് എ ഡെയ്സി. ഇതിൻ്റെ പെഡൽസിൽ എന്താണ്, ഇതിൻ്റെ സർക്കംഫറൻസ് ഇവിടെയൊക്കെ കാണാം, ക്യാരക്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇതാണ് ഡെയ്സി വീലിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണിത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇമ്പാക്റ്റ് പഠിക്കാനുള്ളത് ലൈൻ പ്രിൻറ്റേഴ്സ് ആണ്. ലൈൻ പ്രിൻറ്റേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിലൊക്കെ ഒരുപാട് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് പ്രിൻ്റ് ചെയ്യുന്ന ഡെയ്സി വീലും ഡോട്ട് മെട്രിക്സ് ഒക്കെ വളരെ സ്ലോ ആണ്. അപ്പോൾ ആ സമയത്താണ് അവിടെ ലൈൻ പ്രിൻറ്റേഴ്സ് വരുന്നത്. ലൈൻ പ്രിൻറ്റേഴ്സ് ഒരു പെർട്ടിക്കുലർ ലൈൻ അറ്റ് എ ടൈം പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1200 മുതൽ 6000 ലൈൻസ് പെർ മിനിറ്റിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നതാണ് ലൈൻ പ്രിൻറ്റേഴ്സ്. ലൈൻ പ്രിൻറ്റേഴ്സിന് എക്സാമ്പിളാണ് ഡ്രം, ചെയിൻ ആൻഡ് ബാൻഡ് പ്രിൻറ്റേഴ്സ്. അപ്പോൾ ഈ ഡ്രം പ്രിൻ്റർ എന്ന് പറയുന്നത് ഒരു സോളിഡ് സിലിണ്ട്രിക്കൽ ഡ്രം ഉണ്ടാവും ഇതിന്. ആ ഡ്രമ്മിൻ്റെ മുകളിൽ ക്യാരക്ടേഴ്സ് റേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ ഡ്രമ്മിൻ്റെ മുകളിലാണ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ പ്രിൻ്റ് പൊസിഷൻസ് അക്രോസ് ദ ഡ്രം ഈക്വൽസ് ദ നമ്പർ ഓഫ് അവൈലബിൾ ഓൺ ദ പേജ്. അപ്പോൾ പ്രിൻ്റ് പൊസിഷൻസ് എന്ന് പറയുന്നത് 80 to 130. ദാറ്റ് മീൻസ് ഒരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു ഡ്രം ഉണ്ടാവും. ആ ഡ്രമ്മിൻ്റെ പിറകിലായിട്ട് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്യാരക്ടേഴ്സ് മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഡ്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ പ്രിൻ്റ് പൊസിഷൻസ് ഉണ്ടാവും. ആ ഒരു പ്രിൻ്റ് പൊസിഷൻസ് 80, 132 പ്രിൻ്റ് പൊസിഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ പ്രിൻ്റ് പൊസിഷനിൽ വരുന്ന സമയത്താണ് അതിൻ്റെ അടുത്ത് പേപ്പർ ഉണ്ടാവുന്ന സമയത്ത് ആ പേപ്പറിലേക്ക് ആ പെർട്ടിക്കുലർ ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യുന്നു. പിന്നെ അവിടെ ഒരു പ്രിൻ്റ് ഹാമർ യൂസ് ചെയ്യാറുണ്ട്. കാരണം ആ പ്രിൻ്റ് പൊസിഷനിൽ പ്രിൻ്റ് ഹാമർ ഉണ്ടാവും. ഹാമർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പേപ്പറിൽ ഹാമേഴ്സ് വെച്ച് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ദീസ് ഹാമേഴ്സ് സ്ട്രൈക്ക് ദ പേപ്പർ അലോങ് ദി ഇങ്ക് റിബൺ എഗെയിൻസ്റ്റ് ദ പ്രോപ്പർ ക്യാരക്ടർ ഓൺ ദ ഡ്രം ആസ് ഇറ്റ് പാസസ്. അപ്പോൾ ഒരു റെവല്യൂഷൻ, ഒരു ലൈൻ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഒരു റെവല്യൂഷൻ ആവശ്യമായിട്ട് വരും. ഒരു റൊട്ടേഷൻ മുഴുവനായിട്ട് വേണ്ടി വരും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്യാരക്ടേഴ്സും ഒരേ സമയത്ത് തന്നെ പ്രിൻ്റ് ചെയ്ത് വരുന്നില്ല. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനും ലഭിക്കത്തുള്ളൂ. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 300 to 2000 ലൈൻസ് പെർ മിനിറ്റിൽ പ്രിൻ്റ് ചെയ്യാറുണ്ട് ഡ്രം പ്രിൻ്റർ. പിന്നെയുള്ളത് ചെയിൻ പ്രിൻറ്റേഴ്സ് ആണ്. അപ്പോൾ ഡ്രമ്മിന് പകരം ഇതെന്താ ഉപയോഗിക്കുന്നത്, ചെയിനാണ് ഉപയോഗിക്കുന്നത്. ആ ചെയിനിൻ്റെ മുകളിൽ ക്യാരക്ടേഴ്സ് റാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ മുകളിൽ ഒരു 1 ഹാമർ മാത്രമേ ഉണ്ടാവൂ ഓരോ പ്രിൻ്റ് പൊസിഷനും. ഈ ഹാമർ പേപ്പറിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ pressing the paper against a ribbon and a character located at the desired print position. Each chain keeps rotating until all the required print position on the line have filled.
ഈ ഒരു ചെയിൻ പ്രിൻറ്റേഴ്സിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 400 to 2500 ക്യാരക്ടേഴ്സ് പെർ മിനിറ്റ് ആണ്. 400 to 2500 ലൈൻസ് പെർ മിനിറ്റ് ആണ് വരുന്നത്. ഓക്കെ, ക്യാരക്ടേഴ്സ് അല്ല, ലൈൻസ് പെർ മിനിറ്റ് ആണ്. പിന്നെ ഉള്ളത് ബാൻഡ് പ്രിൻറ്റേഴ്സ് ആണ്. ബാൻഡ് പ്രിൻറ്റേഴ്സ് ചെയിൻ പ്രിൻ്ററിനെ പോലെ തന്നെയാണ്. ചെയിനിന് പകരം ഒരു ബാൻഡ് യൂസ് ചെയ്യുന്നു എന്നാണുള്ളൂ. പിന്നെ ഫ്യൂവർ ഹാമേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ബാൻഡ് പ്രിൻ്ററിനൊരു സ്റ്റീൽ ബാൻഡ് ഉണ്ടാവും. ആ സ്റ്റീൽ ബാൻഡ് 5 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ സെക്ഷനിലും 48 ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഈ ഹാമേഴ്സ്, ബാൻഡ് പ്രിൻ്ററിൻ്റെ അകത്തുള്ള ഹാമേഴ്സ് മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് പേപ്പർ മൂവ് ചെയ്യുന്ന സമയത്ത് ആ പർട്ടിക്കുലർ ക്യാരക്ടറിന് നേരെ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് പേപ്പറിൽ നമുക്ക് ഈസിലി പല സ്റ്റൈൽസും പ്രിൻ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മോഡേൺ പ്രിൻറ്റേഴ്സ് ആണ്. മോഡേൺ പ്രിൻറ്റേഴ്സ് ഒക്കെ ടോണർ ബേസ്ഡ് പ്രിൻറ്റേഴ്സ് ആണ്. ടോണർ എന്ന് പറയുന്നത് ഒരു ഡ്രൈ ആയിട്ടുള്ള ഇങ്കാണ്. ഈ ടോണർ ബേസ്ഡ് പ്രിൻറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത് സെറോഗ്രാഫിക് പ്രിൻസിപ്പിളാണ്. സെറോക്സ് എടുക്കുമല്ലോ, അതിൻ്റെ പ്രിൻസിപ്പിൾ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. ഫോട്ടോ കോപ്പിയേഴ്സിനകത്തൊക്കെ ഉള്ളതുപോലെ. ഈ ടോണർ ബേസ്ഡ് പ്രിൻറ്റേഴ്സിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ലേസർ പ്രിൻ്റർ. ലേസർ പ്രിൻ്റർ എന്ന് പറയുന്നത് മോഡേൺ ടൈപ്പ് പ്രിൻറ്റേഴ്സ് ആണ്. കോമൺലി യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ പ്രിൻറ്റേഴ്സ് ആണ് ഇപ്പോൾ ലേസർ പ്രിൻറ്റേഴ്സ്. ഇത് 1971 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വാസ് ഡെവലപ്ഡ് അറ്റ് സെറോസ്പാർക്ക് ബൈ ഗ്രേവി സ്റ്റാർക്ക്വെതർ. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1971. ഇത് ഒരു നോൺ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഫോട്ടോ കോപ്പിയർ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. നോൺ ഇമ്പാക്റ്റ്. ഒരു ഡോക്യുമെൻ്റ് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ലേസർ ബീമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ലേസർ ബീം ഡ്രോസ് ദ ഡോക്യുമെൻ്റ് ഓൺ ദ സെലിനിയം കോട്ടഡ് ഡ്രം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. അപ്പം ഇതിനെ വെൻ ഇറ്റ് ഗെറ്റ്സ് ഇൻപുട്ട് ടു പ്രിൻ്റ് എനി ഡോക്യുമെൻറ്റ്, ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് പ്രിൻ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ലേസർ ബീം ഡ്രോസ് ദ ഡോക്യുമെൻറ്റ്. ലേസർ ബീം നമ്മുടെ സെലിനിയം കോട്ടഡ് ഡ്രം ഉണ്ടാവും. ആ ഡ്രമ്മിൻ്റെ മുകളിൽ ലേസർ ബീം നമുക്ക് വേണ്ട പിക്ചേഴ്സ് ആയിക്കോട്ടെ, ടെക്സ്റ്റ് ആയിക്കോട്ടെ, അത് ഡ്രോ ചെയ്യും. അതെങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രിക് ചാർജസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ ഡ്രം, സെലിനിയം കോട്ടഡ് ഡ്രം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റോൾഡ് ഇൻ ടോണർ. ടോണർ എന്ന് പറയുന്നത് ഡ്രൈ ഇങ്ക് പൗഡറാണ്. അപ്പോൾ ഇങ്ക് അതിൻ്റെ മുകളിൽ, ഡ്രമ്മിൻ്റെ മുകളിൽ ഇമേജസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഇങ്ക് ഈസ് കമ്പൈൻഡ് വിത്ത് ദ പേപ്പർ. പേപ്പറുമായിട്ട് ഈ ഡ്രം മ്യൂച്വലി വരുന്ന സമയത്ത്, പ്രഷറും ഹീറ്റും ഒക്കെ ആവുന്ന സമയത്ത് നമ്മുടെ പേപ്പറിലേക്ക് ആ ഡ്രമ്മിൻ്റെ മുകളിലുള്ള ഇങ്ക് കോട്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഈ ലേസർ പ്രിൻ്ററിൻ്റെ അകത്ത് ഒരു സെലിനിയം ഡ്രം ഉണ്ട്. ആ ഡ്രമ്മിൻ്റെ മുകളിൽ ഇലക്ട്രിക് ചാർജസ് കൊണ്ട് നമ്മുടെ ലേസർ ബീം എന്ത് ചെയ്യും, പിക്ചേഴ്സ് ഡ്രോ ചെയ്യും യൂസിങ് ദി ഡ്രൈ ഇങ്ക്, ടോണർ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് ആ ഒരു സെലിനിയം കോട്ടഡ് ആയിട്ടുള്ള ഡ്രമ്മിന് ഇൻ കോണ്ടാക്ട് ആയിട്ട് പേപ്പർ വരുമ്പോൾ ആ പേപ്പറിലേക്ക് ഇങ്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ ഒരു പ്രത്യേക രീതിയിൽ ആണ് ഡ്രമ്മിൻ്റെ മുകളിൽ ഇങ്ക് കോട്ട് ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ ഇമേജസിൻ്റെ അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ ആ ഒരു സ്പെഷ്യൽ രീതിയിലായിരിക്കും. എന്നിട്ട് അത് നമ്മുടെ പേപ്പറിലേക്ക് കോപ്പി ചെയ്യും. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് പ്രിൻ്റ് ചെയ്ത സമയത്ത് ദ എക്സസ് ടോണർ ഇസ് കളക്റ്റഡ് ആൻഡ് ഇലക്ട്രിക് ചാർജ് ഇസ് റിമൂവ്ഡ് ഫ്രം ദ ഡ്രം. മോണോക്രോമിൽ പ്രിൻ്റ് ചെയ്യുന്നതായിരിക്കും പലതും. ഒറ്റ കളറിൽ പ്രിൻ്റ് ചെയ്യുന്ന ലേസർ പ്രിൻറ്റേഴ്സ് ആണ്. മോസ്റ്റ് ഓഫ് ലേസർ പ്രിൻറ്റേഴ്സ് ആർ കേപ്പബിൾ ഓഫ് പ്രിൻറ്റിംഗ് ഓൺലി ഇൻ മോണോക്രോം.
ഈ മോണോക്രോം ഒറ്റ കളറിൽ പ്രിന്റ് ചെയ്യുന്ന ലേസർ പ്രിന്റർ വളരെ ചീപ്പറാണ്. തന്നെ കളർ ലേസർ പ്രിന്ററിനെക്കാട്ടും വില കുറവാണ്. ലേസർ പ്രിന്റേഴ്സും ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. നോൺ ഇമ്പാക്റ്റിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ലേസർ പ്രിന്ററും ഇങ്ക്ജെറ്റ് പ്രിന്ററാണ്. അപ്പോൾ ലേസർ പ്രിന്ററും ഇങ്ക്ജെറ്റ് പ്രിന്ററും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. ലേസർ പ്രിന്റർ കണ്ടെയ്ൻ ചെയ്യുന്നത് ഡ്രൈ ഇങ്കാണ്. ഇങ്ക്ജെറ്റ് കണ്ടെയ്ൻസ് വെറ്റ് ഇങ്കാണ് ഉപയോഗിക്കുന്നത്. ഈ ഇങ്ക്ജെറ്റ് പ്രിന്റർ എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പെൻസീവ് ആണ് ലേസർ പ്രിന്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ പേപ്പർ വെറ്റ് ആണെങ്കിൽ ഇങ്ക്ജെറ്റ് പ്രിന്റർ വിൽ പ്രിന്റ് ദ ഡോക്യുമെന്റ് വിത്ത് ബ്ലർ. പേപ്പർ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ക്ജെറ്റ് പ്രിന്റർ ബ്ലറായിട്ടുള്ള ഇമേജസ് ആണ് പ്രിന്റ് ചെയ്യിപ്പിക്കുക. ബട്ട് ലേസർ പ്രിന്റർ കളറുള്ള തന്നെ പ്രിന്റ് ചെയ്യിപ്പിക്കും. ഈ ഇങ്ക്ജെറ്റ് പ്രിന്റർ നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മോർ ഡോക്യുമെന്റ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേസറാണ് യൂസ് ചെയ്യാറ്. ഈ അഡ്വാൻറ്റേജസ്, ലേസർ പ്രിന്ററിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒരുപാട് പേപ്പേഴ്സ്, ലാർജ് വോള്യൂംസ് ഓഫ് ഡോക്യുമെന്റ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ലെസ് എക്സ്പെൻസീവ് ആണ് നമ്മൾ ഇങ്ക്ജെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സ്പീഡ്ലി ഡോക്യുമെന്റ്സ് പ്രിന്റ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് ഏബിൾ ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. പിന്നെ ഈ ലേസർ പ്രിന്ററിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വാം അപ്പ് ടൈം ആവശ്യമാണ്. ഒരു ബൾക്കിയാണിത് ലേസർ പ്രിന്റേഴ്സ്. ഹൈ വോൾട്ടേജ് ലീഡ്സ് ടു സ്മോൾ കാർബൺ എമിഷൻസ്. അപ്പോൾ ഇതിന് ഹൈ വോൾട്ടേജ് ആവശ്യമാണ്. ലേസറിന് കുറച്ചധികം വോൾട്ടേജ് ഇങ്ക്ജെറ്റുമായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ. നെക്സ്റ്റ് ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സിനും ഹോമിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സ് ബൈ സ്പ്രേയിങ് ദ ഇങ്ക് യൂസിങ് മാഗ്നറ്റിക് പ്ലേറ്റ്സ് ഓൺ ദ പേപ്പർ. മാഗ്നറ്റിക് പ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് ഇങ്കിനെ സ്പ്രേ ചെയ്യിപ്പിക്കുക ചെയ്യുന്നത് പേപ്പറിൽ. അപ്പോൾ ഈ ഒരു ഇങ്ക്ജെറ്റ് പ്രിന്റർ പേപ്പർ ഫീഡ് അസംബ്ലി കണ്ടെയ്ൻ ചെയ്യുന്നത് ഇങ്ക് കാട്രിഡ്ജ് വേണം, പ്രിന്റ് ഹെഡ് വേണം, സ്റ്റെബിലൈസർ ബാർ വേണം, ബെൽറ്റ് വേണം. ഇത് ഇങ്ക് സ്റ്റോർ ചെയ്യുന്നത് കാട്രിഡ്ജിലാണ്. സെപ്പറേറ്റ് കാട്രിഡ്ജ് യൂസ് ചെയ്യുന്നുണ്ട്. ടു പ്രിന്റ് സെവറൽ ടൈപ്സ് ഓഫ് കളർ ഡോക്യുമെന്റ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കാട്രിഡ്ജ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പ്രിന്റേഴ്സ് ഇങ്ക്ജെറ്റ് ആണ്. ഈ കളേഴ്സ് എന്ന് പറയുന്നത് ഇങ്ക്ജെറ്റിൻ്റെ അകത്ത് സിയാൻ, മെജന്ത, യെല്ലോ ആൻഡ് ബ്ലാക്ക് കളർ യൂസ് ചെയ്യാറുണ്ട്. ഹൈ ക്വാളിറ്റി പിക്ചേഴ്സൊക്കെ നമുക്ക് വിവിഡ് കളേഴ്സിലൊക്കെ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. അഫോർഡബിൾ ആണ്. ഈസിയർ ടു യൂസ് കമ്പയർഡ് ടു അതർ പ്രിന്റേഴ്സ്. മറ്റുള്ള പ്രിന്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈസിയസ്റ്റ് ആണ്. ഓക്കെ, ഇതാണ് ഇങ്ക്ജെറ്റ് പ്രിന്റർ. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ വാങ്ങിക്കാറുള്ള ഇങ്ക്ജെറ്റ് പ്രിന്റർ. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈസി ടു യൂസ് ആണ്, ഫാസ്റ്റ് ആണ്. പിന്നെ ഇതിന് വാമപ്പ് ടൈപ്പിൻ്റെ ആവശ്യമില്ല. വാമപ്പ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്, പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൈം എടുക്കാറുണ്ട്. റണ്ണിങ് കോസ്റ്റ് ഹൈ ആണ്. ഇറ്റ് ഡസ് നോട്ട് അലോ ദ ഹൈലൈറ്റർ മാർക്കർ. റോങ് വാർണിംഗ് ഓഫ് ആൻ എംപ്റ്റി കാട്രിഡ്ജ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ കാട്രിഡ്ജ് ഉണ്ടെങ്കിലും ചിലപ്പോൾ കാട്രിഡ്ജ് ഇല്ല എന്നുള്ള വാർണിംഗ് മെസ്സേജസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട്. അതാണ് ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സിൻ്റെ മെയിനായിട്ട് വരുന്ന ഡിസഡ്വാൻറ്റേജസ്. ഇതൊക്കെ നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസസിൽ വരുന്നതാണ്.